നമസ്കാരം. ദേവൻ ആസ്ട്രോളജിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നിലവിലെ ഗ്രഹസ്ഥിതികൾക്കനുസൃതമായി 12 കൂറിലുമുള്ള 27 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പൊതുവായി വരാൻ സാധ്യതയുള്ള ഫലങ്ങളാണ് നാം ഇന്ന് ഈ വീഡിയോകളിലൂടെ പരിശോധിച്ചു പോരുന്നത്. അതിൽ ചിലപ്പോൾ അശുഭഫലങ്ങളായിരിക്കും കൂടുതലായും പറയപ്പെടുന്നത്. അവ എന്തൊക്കെയാണെന്ന് അറിയുക വഴി ജീവിതത്തിൽ വരാനിരിക്കുന്ന കഷ്ടതകൾ, നഷ്ടങ്ങൾ, പരാജയങ്ങൾ എന്നിവ ഒരു പരിധിവരെ മനസ്സിലാക്കുവാനും അവ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തുവാനും ഒരുപക്ഷേ നമ്മുടെ ഈശ്വരാധീനം കൊണ്ട് അവ മുഴുവനായും നമുക്ക് തടഞ്ഞു നിർത്തി ജീവിതം സന്തോഷകരമാക്കുവാനും നമുക്ക് സാധിച്ചേക്കാം. ആയതിനാൽ നിങ്ങളുടെ ജന്മക്കൂറുകളുടെ ഗ്രഹസ്ഥിതികൾക്കനുസൃതമായി പരിശോധിക്കുന്ന ഫലങ്ങൾ ശ്രദ്ധയോടെ ശ്രവിച്ച് ജീവിതത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി സന്തോഷവും സമാധാനപൂർണവുമായ ഒരു ജീവിതം കരുപിടിപ്പിക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഫലങ്ങൾ പരിശോധിക്കാം. ഉത്രം അവസാന മുഖാൽഭാഗവും അത്തം ചിത്തിര ആദ്യ പകുതിയും ചേർന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണാധിക്യം ഏറി നിൽക്കുന്ന ഒരു മാസമായിരിക്കും ഈ മാർച്ച് മാസം. സാമ്പത്തിക പുരോഗതി കൈവരിക്കുമെങ്കിലും ഒന്നിനു പുറകെ ഒന്ന് എന്ന രീതിയിൽ വന്നു ഭവിക്കുന്ന ചിലവുകൾ, നീക്കിയിരിപ്പ് അല്ലെങ്കിൽ സമ്പാദ്യം എന്നിവയ്ക്കിട നൽകാതെ കടന്നുപോകുന്നതിന് സാധ്യത കാണുന്നു. ഉദ്യോഗാർത്ഥികൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ജോലി ലഭിക്കുവാൻ സാധ്യത കാണുന്നു. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. ശത്രുക്കളുടെ പ്രവർത്തനത്താൽ പൊതുനിരത്തിൽ അപമാനപ്പെടാൻ സാധ്യത കാണുന്നു. കർമ്മമേഖലയിൽ ഉന്നത സ്ഥാനമോ ശമ്പള വർധനവോ അനുകൂല സ്ഥലം മാറ്റമോ വന്നു ചേരും. ഗൃഹാന്തരീക്ഷം കലുഷമായിരിക്കാൻ സാധ്യതയുള്ളതിനാൽ വിട്ടുവീഴ്ച മനോഭാവത്തോടെയുള്ള പെരുമാറ്റം ഗുണഫലം നൽകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ക്രോധവും നിയന്ത്രിച്ച് അനാവശ്യ അർത്ഥശൂന്യ സംസാരങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. അടഞ്ഞു കിടന്നിരുന്ന സാമ്പത്തിക സ്രോതസ്സുകൾ തുറന്നു കിട്ടും. ശത്രുക്കളുടെ പ്രവർത്തികൾ കരുതിയിരിക്കുക. നേരിയ രീതിയിലുള്ള തടസ്സങ്ങൾ കർമ്മമേഖലയിൽ വന്നുചേരാനും സാധ്യത കാണുന്നു. മാതാപിതാക്കൾക്ക് ആശുപത്രി സന്ദർശനമോ ആശുപത്രി വാസമോ വേണ്ടി വന്നേക്കാം. ഗൃഹാന്തരീക്ഷത്തിൽ വിട്ടുവീഴ്ച മനോഭാവം നല്ല ഫലങ്ങൾ നൽകും. ദാമ്പത്യ കലഹങ്ങൾ മാറിക്കിട്ടും. കരാർ പ്രവർത്തികൾ ശ്രദ്ധിക്കുക. വാഹനം, വൈദ്യുതി എന്നിവ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ ഭാഗ്യാനുഭവങ്ങൾ അനുഭവത്തിൽ വന്നു ചേരും. അത് ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ടതായിരിക്കണമെന്നില്ല. മാനസിക വിഷമതകൾ അലട്ടിക്കൊണ്ടിരിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ്. സുഹൃത്ബന്ധങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ്. വീട്, വാഹനം, ഭൂമി എന്നിവയ്ക്ക് യോഗം കാണുന്നു. ഗൃഹം പുതുക്കി പണിയുന്നതിനും ഉചിതമായ കാലഘട്ടമാണ്. ദൂരദേശവാസമോ ദൂരദേശയാത്രയോ വേണ്ടി വന്നേക്കാം. തടസ്സപ്പെട്ടു കിടന്നിരുന്നതോ മറ്റോ ആയ വായ്പകൾ ലഭിക്കും. സ്ത്രീകൾ മൂലം അനുകൂല ഫലങ്ങൾ വന്നു ചേരും. വിദേശയാത്രകൾക്ക് സാധ്യതകൾ വന്നു ചേരും. കർമ്മമേഖലയിൽ കാര്യവിജയവും ഉദ്ദിഷ്ട കാര്യലാഭവും പ്രതീക്ഷിക്കാം. ബിസിനസ്സിൽ നവീകരണ പ്രവർത്തനങ്ങൾക്ക് സാധ്യത കാണുന്നു. ഗൃഹാന്തരീക്ഷം പൊതുവെ സമാധാനപരമായിരിക്കും. എഴുത്ത് കുത്തുകളിൽ ധനലാഭം വന്നു ചേരും. തൃപ്തികരമായ ആരോഗ്യമായിരിക്കും നിങ്ങൾക്ക് ഈ മാസം.
കുടുംബാംഗങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും കൃത്യമായ സമയത്ത് സഹായ സഹകരണങ്ങൾ ലഭിക്കും. വിവാഹകാര്യങ്ങൾക്ക് ഉചിതമായ തീരുമാനങ്ങൾക്ക് വഴിയൊരുങ്ങും. വിനോദയാത്രകൾ പോകുന്നവർ സാഹസിക പ്രവർത്തികൾക്ക് മുതിരാതിരിക്കുക. രാഷ്ട്രീയ പൊതുപ്രവർത്തകർക്ക് അനുയോജ്യമായ കാലഘട്ടമാണ്. വിദേശ തൊഴിൽ മേഖലയിൽ ഉന്നതിയും സാമ്പത്തിക ലാഭവും ഉന്നതാധികാരികളുമായി നല്ല ബന്ധങ്ങൾക്കും സാധ്യത കാണുന്നു. നിലവിലെ ഗ്രഹസ്ഥിതികൾക്കനുസരിച്ച് അധികമായും അനുകൂല ഫലങ്ങൾ ലഭിക്കേണ്ട ഈ സമയത്ത് ദോഷഫലങ്ങളാണ് അധികമായും നിങ്ങൾക്ക് അനുഭവയോഗ്യമാകുന്നത് എങ്കിൽ നല്ലൊരു ജ്യോതിഷിയെ സമീപിച്ച് ജാതകം പരിശോധനകൾക്ക് വിധേയമാക്കി വ്യക്തമായ അപഗ്രഥന വിവരം ചോദിച്ച് മനസ്സിലാക്കുക. ദേവൻ ആസ്ട്രോളജി എന്ന ഈ ചാനൽ ആദ്യമായി കാണുന്ന വ്യക്തികളാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.